പോയിന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടഡ് ഇൻകം. ഡിസ്പ്യൂട്ടഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഡിസ്പ്യൂട്ടഡ് ഇൻകം മീൻസ് the source of an income is under dispute, or some persons are in dispute regarding certain property or certain assets where from the income is arising. അപ്പോൾ ഡിസ്പ്യൂട്ടഡ് ഇൻകം എന്ന് പറയുമ്പോൾ തർക്കത്തിലുള്ള ഇൻകം ആണ് എന്ന് പറയുമ്പോൾ ചില പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രണ്ട് വ്യക്തികൾ മിസ്റ്റർ എ ആൻഡ് ബി, എയും ബിയും രണ്ട് സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ അവര് ബ്രദേഴ്സോ എന്തെങ്കിലും ആണ്. അപ്പൊ ഈ രണ്ട് പേര് ഒരു പ്രത്യേക പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും അതിന്റെ ഓണർഷിപ്പ് അവകാശപ്പെടുന്നുണ്ട്. രണ്ടുപേരും അവരുടേതാണെന്ന രീതിയിലുള്ള ഒരു ഓണർഷിപ്പ് അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻകത്തിന് ആരാണ് വേണ്ടത്? സോ ഇൻ അവർ എക്സാമ്പിൾ, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി ബോത്ത് ആർ ക്ലെയിമിംഗ് the ownership of a certain property, but the property is under dispute. Okay, അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ കോടതി വിധി വരുന്നത് വരെ അത് നമുക്ക് ആരുടെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കോടതി വിധിക്കനുസരിച്ചാണ് അതിന്റെ യഥാർത്ഥ ഓണർ ആരാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അപ്പൊ അതുവരെയും ആ പ്രോപ്പർട്ടി എന്താണ്? ഒരു ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടിയാണ്. സോ എനി ഇൻകം ഈസ് ഡെറൈവ്ഡ് ഫ്രം ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് സെറ്റ് ടു ബി ഡിസ്പ്യൂട്ടഡ് ഇൻകം. അപ്പൊ അങ്ങനെ ഇൻകം നമ്മൾ ഡിസ്പ്യൂട്ടഡ് ഇൻകം എന്ന് പറയാം. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടിന് ഇൻകം കിട്ടുകയാണെങ്കിൽ വെദർ എ ഓർ ബി ഈസ് ലയബിൾ ടു പേ ടാക്സ്, അതിന് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആകുന്നത് എ ആണോ ബി ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റൂളാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഈ റൂൾ പ്രകാരം പറയുന്നത് ഇതാണ്: ഡിസ്പ്യൂട്ടഡ് ഇൻകത്തിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ ഓണർ ചിലപ്പോ അതിന്റെ കോടതി വിധി വന്ന ശേഷം ചിലപ്പോൾ മിസ്റ്റർ എ ആവാം, ചിലപ്പോൾ ബി ആവാം, ആരെങ്കിലും ഒക്കെ ആവാം. പക്ഷേ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇപ്പൊ നിലവിൽ അത് ഡിസ്പ്യൂട്ടിലാണെങ്കിൽ കൂടി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത് റെസിപ്പിയന്റ് ഓഫ് ദി ഇൻകം ആണ്. ഹൂ ഈസ് റിസീവിംഗ് ദ ഇൻകം ഫ്രം ദി പ്രോപ്പർട്ടി ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ദി ഇൻകം. ആർക്കാണോ നിലവിൽ അത് റിസീവ് ചെയ്യുന്നതെങ്കിൽ, ആരാണോ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നിലവിൽ ഇൻകം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, അതിന് ഓണർഷിപ്പ് മറ്റേ ചിലപ്പോൾ മേ ബി, പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല. കറന്റ് സിറ്റുവേഷനിൽ ആരാണോ അതിന്റെ റെസിപ്പിയന്റ് ഓഫ് ഇൻകം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളാണ് ഡിസ്പ്യൂട്ടഡ് ഇൻകത്തിന്റെ കേസിൽ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആവുന്നത്. അതാണ് ഡിസ്പ്യൂട്ടഡ് ഇൻകം എന്ന് പറയുന്ന കേസ്. ദ നെക്സ്റ്റ്, ഇൻകം മേ ബി പ്ലസ് ഓർ മൈനസ്. ഇൻകം എന്ന് പറയുമ്പോൾ പ്ലസ് ആവാം, മൈനസ് ആവാം. പ്ലസ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ ഇൻകം തന്നെയാണ് അല്ലെ? ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് അല്ലെ? എക്സ്പെൻസിന്റെ മുകളിലുള്ള റവന്യൂവിന്റെ എക്സസിനെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മൾ പ്ലസ് ഇൻകം എന്ന് പറയാം. ബിസിനസിന്റെ കേസിലാണെങ്കിൽ ബിസിനസിന്റെ ഇൻകം മൈനസ് അതിന്റെ എക്സ്പെൻസസ്, ആ ഡിഫറൻസ് എമൗണ്ട് പോസിറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ അതാണ് പ്ലസ് ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. മൈനസ് ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചാണ് അല്ലെ? എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ ആണ്. റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻകം വരുന്നു എന്ന് പറയുമ്പോൾ ലോസ് ആണ് വരുന്നത്. ലോസിനെ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ വളരെ അധികം ഇമ്പോർട്ടൻസോട് കൂടിയാണ് ലോസിന്റെ എമൗണ്ടിനെ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവാം, മൈനസ് ആവാം. പ്ലസ് ഇൻകം എന്ന് പറയുമ്പോൾ സാധാരണ ടാക്സബിൾ ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് ഇൻകം എന്ന് പറയുന്നത് മോണിറ്ററി ഫോം ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഇൻകം. ഇൻകം should not be in the form of monetary form, or it may be either in monetary or non-monetary form. അപ്പോൾ ഒരു ഇൻകം എന്ന് പറയുന്നത് മോണിറ്ററി ഫോമിൽ തന്നെയാണ് നിർബന്ധമില്ല. എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ടോ ക്യാഷ് ഈക്വലൻസ് ആയിട്ടോ കിട്ടുന്നൊന്ന് മാത്രമേ ഇൻകം ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂളൊന്നുമില്ല. എന്ന് പറഞ്ഞാല് നമ്മൾ കിട്ടുന്ന എമൗണ്ട് ഇൻകം ആവുന്നത് അതിന് മോണിറ്ററി ഫോം നിർബന്ധമില്ല, അതിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ടായാൽ മതി. ഓക്കെ, ദി മോണിറ്ററി വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് ഈസ് ആൾസോ ഇൻകം. ഒരു ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എംപ്ലോയിക്ക് അവിടുത്തെ എംപ്ലോയർ താമസിക്കാൻ ഒരു വീട് കൊടുക്കുകയാണ്, താമസിക്കാൻ വേണ്ടി ഒരു വീട് വിൽക്കുന്നു. ആ വീട്ടിൽ ഈ എംപ്ലോയി വാടകയൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ കുറഞ്ഞ വാടക കൊടുത്തിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ അയാൾക്ക് ആ ബെനിഫിറ്റ് അയാൾ അവൈൽ ചെയ്യാണ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ കൊടുക്കുന്ന ആ ബെനിഫിറ്റ് ഈ എംപ്ലോയി അയാളുടെ സാലറിക്ക് പുറമെ, അതായത് സാലറി ആയിട്ട് മോണിറ്ററി പേയ്മെന്റ് കിട്ടുന്നതിന് പുറമെ ഇയാൾ എന്ത് ചെയ്യാണ്? ഈ ബെനിഫിറ്റ് കൂടെ അയാൾ എൻജോയ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബെനിഫിറ്റ് അതിന് മോണിറ്ററി വാല്യൂ ഉണ്ടാവും. കാരണം ഇയാള്
വേറെ ഒരു വീട് വാടക എടുത്ത് താമസിക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് വാടക കൊടുക്കേണ്ടി വരുമായിരുന്നു? വാല്യൂ ഉണ്ടാവും അല്ലേ? അത്രയും എമൗണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഇവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യാന്ന് പറയുമ്പോൾ അയാൾക്ക് അത്രയും എമൗണ്ട് ഇൻകം ഉണ്ടെന്ന് അർത്ഥം അല്ലേ? അപ്പോ മോണിറ്ററി ഫോം നിർബന്ധമില്ല. നോൺ മോണിറ്ററി ഫോമിലാണെങ്കിലും മോണിറ്ററി വാല്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കണം. അപ്പൊ അങ്ങനെയുള്ള അയാൾ താമസിക്കുന്ന ആ വീടിന് കൊടുക്കേണ്ടി വരുമായിരുന്ന വാടക എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെ ആ അസസിയുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. അതാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് കേസ് ഡൈവേർഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ്. ഡൈവേർഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. Then what about the diversion and application of income? Diversion or an application of income. Diversion of income is different from application of income. Diversion of income means an income is diverted to some other person before it becomes due. That's the meaning of diversion of income. An income is diverted to some other people before it becomes due. എന്ന് പറഞ്ഞാല് ഒരു ഇൻകം ഡ്യൂ ആവുന്നതിന് മുമ്പ് അത് മറ്റൊരു വ്യക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരാൾക്ക് കിട്ടേണ്ടുന്ന ഇൻകം അത് ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് പറയാം. അപ്ലിക്കേഷൻ ഓഫ് ഇൻകം മീൻസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് ആൻ ഇൻകം ആഫ്റ്റർ റിസീവിംഗ് ദി സെയിം. ഒരു ഇൻകം കിട്ടിയ ശേഷം അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോ ഡൈവേർഷൻ ഓഫ് ഇൻകം മീൻസ് an income is diverted to some other people before it becomes due. Application of income means here an income is received by the assessee and thereafter he is applying the same or he is utilizing the same for some other purposes. That's the case of diversion or application of income. Let's say an example പറയാം. Application of income ന്റെ just a minute. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നില്ലേ? Am I clear? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഡൈവേർഷൻ ഓഫ് ഇൻകവും അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിളോട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. It's okay, just see the example. Okay, for example, Mr. X is a person. Then Mr. Y, he is the son of Mr. X. Mr. X എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് Y എന്ന് പറയുന്ന ആൾ. ഈ മിസ്റ്റർ എക്സ് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വിൽപത്രം തയ്യാറാക്കുന്നു, ഒരു വില്ലുണ്ടാക്കുന്നു. ആ വിൽപത്രം അനുസരിച്ച് ഇവിടെ മിസ്റ്റർ എക്സിന്റെ പേരിൽ ബിൽഡിംഗ് ഉണ്ട്. ഒരു ബിൽഡിംഗ് മിസ്റ്റർ എക്സിന്റെ ഓണർഷിപ്പിലുണ്ട്. ആ ബിൽഡിംഗ് മിസ്റ്റർ എക്സ് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഔസ്യത്ത് പ്രകാരം മിസ്റ്റർ എക്സ് പറയാണ്, മിസ്റ്റർ എക്സ് മരണപ്പെട്ട് കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ ഓണർഷിപ്പിലുള്ള ഈ ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മിസ്റ്റർ വൈയുടെ കൺട്രോളിലേക്ക് വരും. മിസ്റ്റർ വൈയുടെ ഓണർഷിപ്പിലേക്ക് ആ ബിൽഡിംഗ് വരും. പക്ഷെ മറ്റൊരു ക്ലോസ് മിസ്റ്റർ എക്സിനകത്ത് വെക്കുന്നത്, ഇങ്ങനെ ഈ ബിൽഡിംഗ് മിസ്റ്റർ വൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിലൂടെ എന്ത് ഇൻകം മിസ്റ്റർ വൈക്ക് കിട്ടുന്നുണ്ടോ ആ ഇൻകത്തിന്റെ 1/4 25%, ഇതിന്റെ 25% എന്ത് ചെയ്യണം, ഇൻകമായിട്ട് കിട്ടുന്ന എമൗണ്ട് ഈ മിസ്റ്റർ എക്സിന്റെ മറ്റൊരു വൈഫായിട്ടുള്ള എന്ന് പറയുന്നത് മിസ്റ്റർ വൈയുടെ അമ്മയല്ലാത്ത മിസ്റ്റർ വൈയുടെ മദർ പറയാൻ പറ്റുന്ന മിസ്റ്റർ വൈയുടെ അമ്മയല്ലാത്ത എക്സിന്റെ മറ്റൊരു വൈഫ്, സെക്കൻഡ് വൈഫ്, ഫോർ എക്സാമ്പിൾ മിസ്സിസ് എക്സ്. മിസ്സിസ് എക്സിന് എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന എത്രയാണോ ഈ ബിൽഡിംഗിൽ നിന്ന് ഇൻകം കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തിന്റെ 1/4 എന്ത് ചെയ്യണം, മിസ്റ്റർ വൈ ഈ മിസ്റ്റർ എക്സിന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള മിസ്സിസ് എക്സിന് കൊടുക്കണം. ഇതാണ് കണ്ടീഷൻ, ഇതാണ് ക്ലോസ്. അപ്പൊ ഓക്കെ, മിസ്റ്റർ എക്സ്, ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാണ്, മിസ്റ്റർ എക്സ് മരിക്കുന്നതിന് വിൽപത്രം തയ്യാറാക്കുകയും
ആ വിൽപത്രം അനുസരിച്ച് മിസ്റ്റർ എക്സിന്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മിസ്റ്റർ വൈയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, പക്ഷെ മിസ്റ്റർ വൈ എന്ത് ചെയ്യണം? ഈ ബിൽഡിംഗിൽ നിന്ന് എന്ത് ഇൻകം കിട്ടിയാലും ആ കിട്ടുന്ന ഇൻകത്തിന് 25%, 1/4 എന്ത് ചെയ്യണം? മിസ്റ്റർ എക്സിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള മിസ്റ്റർ വൈയുടെ സ്റ്റെപ്പ് ആയിട്ടുള്ള മിസ്സിസ് എക്സിന് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ വിൽപ്പത്രം തയ്യാറാക്കുകയും മിസ്റ്റർ എക്സ് മരണപ്പെടുകയും ചെയ്യും. മിസ്റ്റർ എക്സ് മരണപ്പെട്ട ശേഷം ഈ ബിൽഡിംഗ് മിസ്റ്റർ വൈയുടെ ഓണർഷിപ്പിലേക്ക് വരുന്നു. മിസ്റ്റർ വൈ എന്ത് ചെയ്യുന്നു? ഈ ബിൽഡിംഗ് വാടക കൊടുക്കുകയാണ്. ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മിസ്റ്റർ വൈ ഈ ബിൽഡിംഗ് വാടക കൊടുക്കുന്നു. ഒരു മാസത്തേക്ക് കിട്ടുന്ന വാടക ₹10,000 ആണ്. 10,000 രൂപ ഒരു മാസത്തേക്ക് വാടക ഫിക്സ് ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് എന്ത് ചെയ്യുന്നത്? സിക്ക് മിസ്റ്റർ വൈ വാടക കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റർ എക്സിന്റെ വിൽപത്രം അനുസരിച്ച് എന്ത് ചെയ്യണം? ഇവിടെ ഈ ബിൽഡിംഗ് കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ₹10,000 പെർ മന്ത് ആണ്. ആ 10,000ന്റെ 1/4 മിസ്റ്റർ വൈ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള മിസ്സിസ് എക്സിന് ട്രാൻസ്ഫർ ചെയ്യണം. എന്ന് പറയുമ്പോൾ 10,000 രൂപയുടെ 1/4 എന്ന് പറയുമ്പോൾ ₹2,500 അല്ലെ, 2,500 രൂപ വരും. അപ്പൊ ഓരോ മാസവും എന്ത് ചെയ്യണം? 10,000 രൂപ കിട്ടുന്നതിൽ നിന്ന് 2,500 രൂപ മിസ്റ്റർ വൈ മിസ്സിസ് എക്സിന് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഈ 2,500 രൂപ മിസ്റ്റർ വൈക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും. രണ്ട് രീതിയിലാണ് മിസ്റ്റർ വൈ ഈ എമൗണ്ട് മിസ്സിസ് എക്സിന് കൊടുക്കുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ മിസ്റ്റർ സി എന്ന് പറയുന്ന ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളോട് തന്നെ മിസ്റ്റർ വൈ പറയാണ് 10,000 ആണല്ലോ നമ്മൾ വാടക തീരുമാനിച്ചിട്ടുള്ളത്. ആ 10,000ന്റെ 4 ഭാഗമായ 2,500 രൂപ എന്ത് ചെയ്യണം? നേരിട്ട് വൈ തന്നെ മിസ്സിസ് എക്സിന് കൊടുത്താൽ മതി. സോറി, സി തന്നെ മിസ്സിസ് എക്സിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നേരിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഈ വാടകയ്ക്ക് എടുത്ത ആള് ഈ 10,000 രൂപയുടെ 1/4 ആയിട്ട് 2,500 രൂപ നേരിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സി തന്നെ ഈ 2,500 രൂപ മിസ്റ്റർ എക്സിന് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മിസ്റ്റർ വൈ എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപയും മിസ്റ്റർ വൈ സിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. 10,000 രൂപയും മിസ്റ്റർ വൈ സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ 10,000ത്തിൽ നിന്ന് 2,000 എക്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഓപ്ഷൻ മിസ്റ്റർ വൈക്ക് ഉപയോഗിക്കാം. ഒന്ന്, ടെനന്റിനോട് നേരിട്ട് മിസ്റ്റർ വൈ സജസ്റ്റ് ചെയ്യുന്നു 1/4 ആയിട്ടുള്ള ₹2,500 സി നേരിട്ട് മിസ്സിസ് എക്സിന് കൊടുത്താൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 10,000 രൂപയും എല്ലാ മാസവും സി മിസ്റ്റർ വൈക്ക് തന്നെ കൊടുക്കണം. അത് കിട്ടിയ ശേഷം മിസ്റ്റർ വൈ എന്ത് ചെയ്യും? അതിന്റെ 1/4 ആയിട്ടുള്ള 2,500 രൂപ മിസ്സിസ് എക്സ് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ഓപ്ഷനും ഈ പറഞ്ഞ രണ്ട് ടേമുകളാണ്. ആദ്യം പറഞ്ഞ ടേം ഡൈവേർഷൻ ഓഫ് ഇൻകം ആയിരുന്നു അല്ലെ? ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഈ 10,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് മിസ്റ്റർ വൈക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അതിന്റെ ഒരു ഭാഗം മറ്റൊരു വ്യക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി. ദാറ്റ്സ് എ കേസ് ഓഫ് ഡൈവേർഷൻ ഓഫ് ഇൻകം. രണ്ടാം നമ്മൾ പറഞ്ഞ കേസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇവിടെ ഈ 10,000 രൂപ കിട്ടിയ ശേഷം മിസ്റ്റർ വൈ ആണ് അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തത്? 2,500 രൂപ ഇവിടെ മിസ്സിസ് എക്സിന് ട്രാൻസ്ഫർ ചെയ്തത്. അതാണ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെയും ഇഫക്ട് സെയിം ആണ് അല്ലെ? രണ്ട് കേസ് ആണെങ്കിലും വാട്ട്സ് ദ എമൗണ്ട് ആസ് ദി ഇൻകം ഓഫ് മിസ്റ്റർ വൈ? ദാറ്റ് ഈസ് ₹7,500. ഇവിടെ സി നേരിട്ട് കൊടുത്താലും മിസ്റ്റർ വൈ വാങ്ങിയ ശേഷം സി മിസ്സിസ് എക്സിന് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കേസിനാണെങ്കിലും മിസ്റ്റർ വൈക്ക് എത്ര ഇൻകം ഉണ്ടാവുന്നുള്ളൂ? ₹7,500 ഇൻകം ഉണ്ടാവുന്നുള്ളൂ. 2,500 രൂപ കുറച്ച് ബാക്കി ഇൻകം ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രീറ്റ്മെന്റ് ഡിഫറൻസ് ഉണ്ട്. ഡൈവേർഷൻ ഓഫ് ഇൻകം ആകുമ്പോൾ ഇവിടെ മിസ്റ്റർ വൈക്ക് ഡ്യൂ. അപ്പൊ അതുകൊണ്ട് ₹7,500 ആ ടാക്സ് കൊടുത്താൽ മതി, മിസ്റ്റർ വൈ ടാക്സ് കൊടുത്താൽ മതി. മിസ്റ്റർ വൈ ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ₹7,500 ഉണ്ടാവും ഡൈവേർഷൻ ഓഫ് ഇൻകം ആകുമ്പോൾ. എന്നാൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണെങ്കിൽ ₹10,000 ആർക്ക് ഡ്യൂ ആയിട്ടുണ്ട്? മിസ്റ്റർ വൈക്ക് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിസ്റ്റർ വൈ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ 10,000. 10,000 രൂപക്ക് മിസ്റ്റർ വൈ ടാക്സ് കൊടുക്കണം. അതാണ് വ്യത്യാസം. ഇതാണ് ഡൈവേർഷൻ ഓഫ് ഇൻകവും അപ്ലിക്കേഷൻ ഓഫ് ഇൻകവും. അങ്ങനെ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ആസ്പെക്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പൊ അത്രയാണ് ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് റൂൾ എന്ന് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻകം എന്ന് പറയുന്ന ടേമിന് ഒരു വലിയ ഡെഫിനിഷൻ ഉണ്ട്. അത് പക്ഷെ ഒരു കൺക്ലൂസീവ് ഡെഫിനിഷൻ അല്ലാത്തത് കൊണ്ട്
നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ GTI എന്ന് പറയുന്ന ഒരു ടേമാണ്. The term gross total income is defined under Section 80B subsection 5 of Income Tax Act. Income Tax Act in Section 80B subsection 5 പ്രകാരമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് in accordance with the provisions of the Income Tax Act before making any deductions under Section 80C to 80U. That is the definition for gross total income. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ള പ്രൊവിഷൻസ് സെക്ഷൻസ് അതനുസരിച്ചുകൊണ്ട് കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ഇൻകം. എങ്ങനെയുള്ള ഇൻകം? സെക്ഷൻ 80C, ഇവിടെ UBARS എന്ന് പറയുമ്പോൾ അണ്ടർ സെക്ഷനിലെ ഷോർട്ടാണ്, അണ്ടർ സെക്ഷന്റെ ഷോർട്ടാണ് UBARS. അണ്ടർ സെക്ഷൻ 80C to 80U. സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുന്നതിന് മുമ്പ് ഉള്ള ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഇൻകം എത്രയാണോ ആ ഇൻകത്തെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന പേരിൽ വിളിക്കുക. സോ ദ ഇൻകം കമ്പ്യൂട്ടഡ് as per the Income Tax Act before deductions under Section 80C to 80U. That's the case of gross total income. Then, and also we can say gross total income is the aggregate of 5 heads of income. Gross total income എന്ന് പറയുമ്പോൾ അത് 5 heads of income ടോട്ടൽ കൂടിയാണ്. 5 heads of income ടോട്ടലാണ് നമ്മൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്കറിയാം, നമ്മൾ ഇൻകം എന്ന് പറയുന്നത് പല സോഴ്സുകൾ ഉണ്ടാവും. ദ സോഴ്സ് ആർ ഇൻഫൈനൈറ്റ്, അല്ലെ? നമുക്ക് അനന്തമായിട്ടുള്ള, നമുക്ക് പറയാനാവാത്ത അത്രയും സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ടാവും. ഓക്കെ, അത് പല സോഴ്സിലൂടെ ആവാം. നമുക്ക് സാലറി കിട്ടുന്നുണ്ടാവാം, അതുപോലെ തന്നെ റെന്റ് കിട്ടുന്നുണ്ടാവാം, ബിസിനസിന്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവാം, അല്ലാത്ത ഗെയിൻസ് ഉണ്ടാവുന്നുണ്ടാവാം, അല്ലെ? ലോട്ടറി അടിക്കുന്നുണ്ടാവാം, ക്രോസ് റോഡ് ബസ് ഇൻകം കിട്ടുന്നുണ്ടാവാം. ഇങ്ങനെ നമുക്ക് പല സോഴ്സിലും നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ 5 ഹെഡിൽ കൺഫൈൻ ചെയ്യുന്നു. വി ഹാവ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഈ മൊത്തം ഇൻകവും എന്തെല്ലാം സോഴ്സിലൂടെ ഇൻകം കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ 5 ഹെഡ്സിനകത്ത് ലിമിറ്റ് ചെയ്യുന്നു. ആ 5 ഹെഡ്സിന്റെ ടോട്ടലിൽ വിളിക്കുന്ന പേരും എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെയാണ്. ഗ്രോസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 80C മുതൽ 80U വരെയുള്ള സെക്ഷൻസ് പ്രകാരം ഡിഡക്ഷൻസ് കുറക്കുന്നതിന് മുമ്പുള്ള ഒരു അസസ്ഡ് ടോട്ടൽ ഇൻകം ആണ്. അതല്ലെങ്കിൽ ഒരു അസസ്സിക്ക് കിട്ടുന്ന 5 ഹെഡ്സിലും വരുന്ന ഇൻകത്തിന്റെ ടോട്ടൽ എന്താണോ, അതിന്റെ അഗ്രിഗേറ്റ് എന്താണോ, അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഏതെല്ലാമാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം? ഒന്ന് ഇൻകം ഫ്രം സാലറീസ്, സാലറീസ് കിട്ടുന്ന ഇൻകം ആണ്. രണ്ടാമത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ, വാടക കൊടുക്കുമ്പോൾ അതിലൂടെ ഹെഡ് ഓഫ് ഇൻകം. മൂന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, ബിസിനസിന്റെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രൊഫഷനിലൂടെ കിട്ടുന്ന ഗെയിൻ ആണ് മൂന്നാമത്തെ ഹെഡിനകത്ത് വരുന്ന ഇൻകം. നാലാമത്തെ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ഏതെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയാം. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നാലാമത്തെ ഹെഡ് ഓഫ് ഇൻകം. അഞ്ചാമത്തെ ഹെഡ് ഓഫ് ഇൻകം ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ 4 സ്പെസിഫിക് ഹെഡിനകത്തും ഉൾപ്പെടാനാവാത്ത വേറെ എന്തെങ്കിലും ഇൻകം ഒരു അസസിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന എല്ലാ ഇൻകം ഉൾപ്പെടാനുള്ള ഹെഡ് ഓഫ് ഇൻകം ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഫസ്റ്റ് 4 ഹെഡുകളും വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെല്ലാമാണ് ആ ഹെഡിനകത്ത് വരിക അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി കൊടുക്കുന്ന പേയ്മെന്റ് മാത്രമേ അതിനകത്ത് വരുള്ളൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടിയിലൂടെ കിട്ടുന്ന ഇൻകം ഉണ്ടെങ്കിൽ അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. മൂന്നാമത്തെ ഹെഡിനകത്ത് ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റോ ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റോ മാത്രമേ, ഇൻകമോ മാത്രമേ മൂന്നാമത്തെ ഹെഡിനകത്ത് വരികയുള്ളൂ. നാലാമത്തെ ഹെഡിനകത്ത് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നോ അത് വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. എന്നാൽ അഞ്ചാമത്തെ ഹെഡിനകത്ത് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ഇൻകം ആവുകയും ആദ്യത്തെ 4 ഹെഡിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്താൽ അങ്ങനെയുള്ള എല്ലാ ഇൻകവും ടാക്സ് ചെയ്യപ്പെടുന്ന ഹെഡ് ഓഫ് ഇൻകം ആണ് അഞ്ചാമത്തെ ഹെഡ് ഓഫ് ഇൻകം. എനിവേ, ദി ടോട്ടൽ ഓഫ് ഓൾ ദീസ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഈസ് കോൾഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ 5 ഹെഡ്സിന്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ടേമിന്റെ മീനിങ്. നെക്സ്റ്റ് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം
The term total income is defined under section 2 subsection 45. Section 2 subsection 45 പ്രകാരം ടോട്ടൽ ഇൻകത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ സിമ്പിൾ ഡെഫിനിഷൻ ഇസ് ദെയർ. ടോട്ടൽ ഇൻകം ഈസ് ദി എമൗണ്ട് left after making deductions under section 80C to 80U from gross total income, from GTI. Gross total income നിന്ന് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച ശേഷം ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണോ അതിന് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെ. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ ഇ മുതൽ സെക്ഷൻ 80U വരെ പരാമർശിക്കപ്പെടുന്ന ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയുണ്ടോ അതാണ് ടോട്ടൽ ഇൻകം. സോ വി ക്യാൻ സേ ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ടു സെക്ഷൻ 80U. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മീനിങ് ആണ്. നെക്സ്റ്റ് ടേം ആണ് പേഴ്സൺ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞ സമയത്ത് പഠിച്ചൊരു കാര്യമാണ്. ഇൻകം ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദി പേഴ്സൺസ് ഡിഫൈൻഡ് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. സെക്ഷൻ 2 സബ്സെക്ഷൻ 31ൽ ഡിഫൈൻ ചെയ്യുന്ന പേഴ്സൺസ് എല്ലാം ഇൻകം ടാക്സ് കൊടുക്കാൻ ലയബിൾ ആണ്. അപ്പൊ ആരാണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ, ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ സാധാരണ ആരായിരിക്കും? ഹു മേ ബി എ പേഴ്സൺ? ആരായിരിക്കും ഒരു പേഴ്സൺ? ജിഷ്ണ, അക്കോർഡിംഗ് ടു യു ഹു ഈസ് എ പേഴ്സൺ? ജിഷ്ണ ടി കെ. പേഴ്സൺ ടാക്സ് അടയ്ക്കുന്ന ആളാവാം, മൈനർ അല്ലാത്ത ആളാവാം, അൺസൗണ്ടഡ് മൈൻഡ്, അൺസൗണ്ട് മൈൻഡ്. അത് നമ്മള് അസസ് എന്ന വാക്കി നമ്മൾ കൊടുത്ത മീനിങ് ആണ്, നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ചോദിച്ചത് ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ, നമ്മളൊരു പേഴ്സൺ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ജിഷ്ണയുടെ കോൺസെപ്റ്റ് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ എല്ലാരും ടാക്സ് കൊടുക്കേണ്ടത് ആൾ പേഴ്സൺ അല്ലേ? പേഴ്സൺ ആണ്. ഇൻകം ടാക്സ് ഓക്കെ ജിഷ്ണ, ഓക്കെ ഓക്കെ ഓക്കെ. ഷഫ്ന, എന്താണ്, ആരാണ് ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഷഫ്നയുടെ ഒരു അഭിപ്രായത്തിൽ? അങ്ങനെ തന്നെ എനിക്കൊന്ന് തോന്നുന്നേ, ടാക്സ് അടക്കാൻ ബാധ്യസ്ഥയാള് പേഴ്സൺ എന്ന് പറയും. ഓക്കെ, നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ ആളെ നമ്മൾ അസസ് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു വലിയ ടേം ആണ്. സാധാരണ നമ്മൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, ഒരു ഇൻഡിവിജ്വൽ, ഒരാള് അല്ലെ, ഒരു മനുഷ്യനെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയാം. എന്നാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ ടേം പേഴ്സൺ ഇൻക്ലൂഡ്സ് 7 കാറ്റഗറീസ്. അതിനകത്ത് 7 കാറ്റഗറീസ് വരുന്നുണ്ട്. ആ 7 കാറ്റഗറീസിനകത്ത് വരുന്ന ആളുകളൊക്കെ പേഴ്സൺസ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത് വരുന്ന ആളാരാണ്? ഫസ്റ്റ് വൺ, ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ ആണ്, ഒരു സാധാരണ വ്യക്തിയാണ്. വി ക്യാൻ സേ എ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ലെ, ഒരു സാധാരണ മനുഷ്യജീവി. ആൻ ഇൻഡിവിജ്വൽ ഇസ് എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ദെൻ ഹി മേ ബി മെയിൽ, ദ ഇൻഡിവിജ്വൽ മേ ബി മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ അല്ലെ, മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ ആവാം. അത് മേജറോ മൈനറോ ആവാം, പ്രായപൂർത്തിയായോ അല്ലാത്ത ആളോ ആവാം, സൗണ്ടോ അൺസൗണ്ടോ ആവാം. അപ്പൊ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു ഇൻഡിവിജ്വൽ എന്താണ്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ ആണ്. അൺ ഇൻഡിവിജ്വൽ, എ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. സിംപ്ലി വി ക്യാൻ സേ HUF അല്ലെ. HUF എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. HUF എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു, നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ HUF മീനിങ് പഠിക്കുന്നത്, നമ്മൾ +1 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. HUF എന്ന് പറയുമ്പോൾ അല്ലെ, HUF എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ജോയിന്റ് ഹിന്ദു ഫാമിലി അല്ലെ. എ ജോയിന്റ് ഹിന്ദു ഫാമിലി, then all the properties of the family are under the common control of a person, maybe the head of the family, namely കർത്ത അല്ലെ. സാധാരണഗതിയിൽ HUF എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു കൂട്ടുകുടുംബമാണ് അല്ലെ. ആ കുടുംബത്തിന്റെ മൊത്തം പ്രോപ്പർട്ടിയുടെയും അതിന്റെ മൊത്തം കൺട്രോളും മാനേജ്മെന്റും ആ ഫാമിലിയുടെ ഹെഡ് ഓഫ് ദി ഫാമിലി ആരാണോ അദ്ദേഹത്തിന്റെ പേരിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹെഡ് ഓഫ് ദി ഫാമിലി വിളിക്കുന്ന പേരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കർത്ത എന്ന് പറയുന്നത് അല്ലെ. കർത്ത ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി. ദി ഓൾ അതർ മെമ്പേഴ്സ് ഇൻ ദി ഫാമിലി ഈസ് കോൾഡ് കോ-പാർസണേഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കർത്ത എന്ന് പറയുന്ന ഹെഡും അതുപോലെ തന്നെ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ അതിൽ കോ-പാർസണേഴ്സ് ആണ്. അപ്പൊ കർത്തയും കോ-പാർസണേഴ്സും ഉൾപ്പെടുന്ന ഒരു ഹിന്ദു ഫാമിലിയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിന്റെ മീനിങ് അതിനകത്തുണ്ട്, അൺഡിവൈഡഡ് അല്ലെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്വത്തുകളൊന്നും പാർട്ടീഷൻ നടത്താത്ത,
വിഭജിച്ചു കൊടുക്കാത്ത, അതിന്റെ ഡിവൈഡ് ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു ഹിന്ദു ഫാമിലി. കർത്ത ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി, കോ പാർട്ട്നേഴ്സ് ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. അപ്പൊ ഈ HUF എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടം ആളുകളാണ് അല്ലെ, ഒരു ഫാമിലിക്കകത്ത് നിന്ന് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാണ് ഒരു HUF എന്ന് പറയുന്നത്. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് HUF എന്താണ്? ഒരു പേഴ്സൺ ആണ്, ഒരു ഇൻഡിവിജ്വലിനെ പോലെ ഒരു പേഴ്സൺ ആണ് HUF എന്ന് പറയുന്നത്. ഈ മൊത്തം ആളുകളും കൂടി ചേരുന്ന, കർത്തയെ ഉൾപ്പെടുന്ന കോ പാർട്ട്നേഴ്സിന്റെ ഉൾപ്പെടെയുള്ള ആ ഒരു ഫാമിലി ഒരു പേഴ്സൺ ആയിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ്, എ കമ്പനി, ഒരു കമ്പനിയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, നമ്മൾ വിളിച്ചിട്ടുള്ളതാണ് അല്ലെ. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാ പറഞ്ഞിട്ടുള്ളത് അവിടെ തന്നെ അല്ലെ. ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു കൃത്രിമ വ്യക്തിത്വമാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഒരു കമ്പനി അല്ലെ. മറ്റൊരു ഡിഫിനിഷൻ പഠിച്ചിട്ടുള്ള കമ്പനി എന്ന് പറയുമ്പോൾ എ കമ്പനി ഈസ് എ കമ്പനി ദാറ്റ് ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അല്ലെ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട, ഫോം ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് കമ്പനി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കമ്പനി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പണ്ട് പഠിച്ച ഡെഫിനിഷൻ ഉണ്ടാവും, അത് തന്നെയാണ് മീനിങ് ഇവിടെ. അപ്പൊ കമ്പനി എന്ന് പറയുമ്പോൾ അത് പബ്ലിക് കമ്പനി ആവാം, പ്രൈവറ്റ് കമ്പനി ആവാം, ഗവൺമെന്റ് കമ്പനി ആവാം, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആവാം അല്ലെ, ഫോറിൻ കമ്പനീസ് ആവാം, ദെൻ എന്ത് ഫോംസ് ഓഫ് കമ്പനീസും ആവാം. അപ്പൊ കമ്പനി എന്താണ്? ഒരു കമ്പനി ഒരു വ്യക്തിയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. Then next, fourth one is a firm. Firm എന്ന് പറയുമ്പോൾ a firm is a firm that is defined as per Indian Partnership Act, including LLP. LLP ഉൾപ്പെടുന്ന ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫേം ആണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ നമ്മൾ ഫേം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരു പാർട്ണർഷിപ്പ് ഫേം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. an association of people അല്ലെ, who are sharing profits or losses in a respective ratios അല്ലെ, ക്യാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ എന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട, ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു ഫേം ആണ് ഇവിടെ നമ്മൾ ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള പാർട്ണർഷിപ്പ് ഫേംസ് നമ്മൾ ഫേം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ദെൻ അഞ്ചാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഫേം ഒരു പേഴ്സൺ ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. ജസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ, an association of persons or body of individuals whether incorporated or not. AOP എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, പേഴ്സൺസിന്റെ ഒരു അസോസിയേഷൻ ആണ്. പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആവാം? അത് ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, ഫേം എല്ലാം ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും പേഴ്സൺസ് ഒരു അസോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഒരു കമ്പനിയും ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ്? അത് AOP ആണ്. ഓക്കെ. ദെൻ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, BOI. BOI എന്ന് പറയുമ്പോൾ അതും സെയിം മീനിങ് ആണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് BOI ഷുഡ് ബി ആണ് BOI. ഇനി ഇൻഡിവിജ്വൽസ് അല്ലാത്ത മറ്റുള്ള ആളുകൾ, ഇപ്പോൾ HUF കമ്പനിയോ ഫേമോ കൂടി ചേരുന്ന ഒരു അസോസിയേഷൻ ആകുമ്പോൾ അത് AOP ആണ്, അത് പേഴ്സൺസിന്റെ അസോസിയേഷൻ ആണ്. എന്നാൽ BOI എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഇൻഡിവിജ്വൽസ് മാത്രമുള്ള, നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്സ് മാത്രമുള്ള ഒരു അസോസിയേഷനെ നമ്മൾ BOI എന്ന് പറയാം. വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതെന്താണ്? ഒരു പേഴ്സൺ ആണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് എ ലോക്കൽ അതോറിറ്റി, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ്. എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കന്റോൺമെന്റ് ബോർഡ് തുടങ്ങിയിട്ടുള്ള നമ്മൾ പറയാപ്പെടാറുള്ള ഏതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ഉൾപ്പെടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരും എന്താണ്? ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു പേഴ്സൺ ആണ്. ഓക്കെ. ദ ലാസ്റ്റ് വൺ, എവരി അതർ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞ 6 കാറ്റഗറിയിലും വരാത്ത ജൂറിഡിക്കൽ പവറുള്ള, പ്രത്യേക അധികാരമുള്ള എല്ലാ പേഴ്സൺസും അവരും നമ്മൾ പേഴ്സണായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റീസ് പോലുള്ള സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങൾ, സെബി പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ LIC പോലുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രത്യേക അധികാരങ്ങളുള്ള സ്ഥാപനങ്ങളെയും നമ്മൾ ഒരു പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുക. സോ ദിസ് എ മീനിങ് ഓഫ് ദ ടേം പേഴ്സൺ. വൺസ് അഗൈൻ, എ പേഴ്സൺ ഇൻക്ലൂഡ്സ് an individual, maybe a natural human being, the Hindu undivided family, a company, a firm, an association of person, AOP,
or body of individual BOI, whether incorporated, very other artificial juridical persons. So these are the persons as per the Income Tax Act. Okay, then you പറഞ്ഞത് clear ആണോ? Is it clear? Clear ആണ്. Clear ആണ്. Okay. എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ നമ്പർ മാർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ചില ആളുകൾ നമ്പർ മാർക്ക് അറിയാവുന്ന കഴിഞ്ഞ ക്ലാസ്സിലൊന്നും അതിൽ അറ്റൻഡൻസ്